ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏപ്രിൽ 8 ആഗമനകാലം 5-ാം വാരം ബുധനാഴ്ച. ഇന്ന് നാം ശ്രവിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ 42 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മളോട് പറയുന്നു, ഈശോയുടെ വചനത്തിൽ നിലനിൽക്കുക, ദൈവത്തിൻ്റെ വചനത്തിൽ നിലനിൽക്കുന്ന മനുഷ്യരായി തീരുക. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31-ാം തിരുവചനത്തിലാണ് ഈശോ ഇത് പറയുക. എൻ്റെ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കുമെങ്കിൽ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. കർത്താവായ ഈശോയെ യഥാർത്ഥത്തിൽ ആരാണ് എന്നറിയണമെങ്കിൽ കർത്താവിൻ്റെ വചനം, ദൈവവചനം നാം വായിക്കണം. വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ ഈശോ ആരാണ് എന്ന്, യഥാർത്ഥ ഈശോ, ചരിത്രത്തിൽ ജീവിച്ച ഈശോ ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. തുടർന്നുള്ള വചനത്തിൽ ഈശോ പറയുന്നുണ്ട്, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ സത്യം എന്നത് ഒരു കർത്താവായ ഈശോയാണ്. അപ്പോൾ കർത്താവായ ഈശോയിൽ നാം വിശ്വസിച്ച് കർത്താവ് വചനത്തിൽ പറയുന്നത് പോലെ, കർത്താവിൻ്റെ വചനം നമ്മളോട് പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കി ആ വചനം പറയുന്നത് പോലെ നാം ജീവിക്കുകയാണെങ്കിൽ നാം സ്വതന്ത്രരാകും. അതുകൊണ്ടാണ് ഈശോ പറയുക, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവായ ദൈവം, ദൈവമക്കളായ നമുക്ക് നൽകിയിരിക്കുന്ന വലിയ വിശുദ്ധ ഗ്രന്ഥമാണ് ബൈബിൾ. കർത്താവിൻ്റെ വചനം അനുദിനം വായിക്കുന്നവരായി നാം മാറണം. കാരണം ഈശോ പറയുന്നു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുക. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുന്നു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുക. അപ്പോൾ കർത്താവിൻ്റെ വചനം, അത് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ഈശോ നമുക്ക് പറയുന്ന കാര്യങ്ങളാണ് കർത്താവിൻ്റെ വചനം എന്നത്. ആ കർത്താവിൻ്റെ വചനത്തിൽ നിലനിൽക്കുക. കർത്താവിൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നവരാണ് എങ്കിൽ നാം പാപമാകുന്ന വലിയ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരാകും. ആ പാപമാകുന്ന വലിയ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരാകാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഈശോയെ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ കർത്താവിൻ്റെ വചനം, വിശുദ്ധ ബൈബിൾ നാം വായിക്കണം. അങ്ങനെ വചനത്തിലൂടെ ഈശോയെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനും യഥാർത്ഥത്തിലുള്ള ഈശോയെ സ്വന്തമാക്കാനും ഈ നോമ്പ് കാലഘട്ടം നമുക്ക് സാധിക്കണം. ഈ നോമ്പ് കാലഘട്ടം അതിനുള്ള വലിയ അവസരമായിട്ട് നാം കാണണം. അങ്ങനെ കർത്താവിൻ്റെ വചനത്തിൽ നിലനിന്നുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിൻ്റെ സാക്ഷികളാകുവാൻ, കർത്താവ് പറയുന്ന കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ വായിച്ചുകൊണ്ട്, വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ അത് കർത്താവാണ് നമ്മളോട് സംസാരിക്കുന്നത്, അത് കർത്താവിൻ്റെ വചനമാണ്, അത് കർത്താവ് എന്നിലൂടെ ഈ വചനം പൂർത്തീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന സത്യം മനസ്സിലാക്കി കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുവാനും കർത്താവിൻ്റെ വചനത്തിൽ നിലനിന്ന് ജീവിക്കാനും ദൈവമേ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ, യഥാർത്ഥമായ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ, പാപമാകുന്ന വലിയ അടിമത്തത്തിൽ നിന്ന് മോചനം നേടി കർത്താവിൻ്റെ വചനത്തിൽ നിലനിന്നുകൊണ്ട് സ്വാതന്ത്ര്യം അനുഭവിച്ച് പാപമാകുന്ന വലിയ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് ജീവിക്കുവാനും സ്വതന്ത്ര മനുഷ്യരായി ദൈവമക്കളായി ജീവിക്കാനും ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ എന്ന് അപേക്ഷിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.